അനലോഗിന് വിട ചൊല്ലി ദൂരദർശനം ഡിജിറ്റലായി. തിരുവനന്തപുരം കേന്ദ്രത്തിൽ നിന്നുള്ള ഭൂതല സംപ്രേഷണം അവസാനിപ്പിച്ചു. മലയാളിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആന്റിന കാലമാണ് ചരിത്രമായത്. മീൻമുള്ളിന്റെ രൂപത്തിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആന്റിനകൾ ഒരു കാലത്ത് ആഡംബരത്തിന്റെ കൂടി ചിഹ്നമായിരുന്നു. കാറ്റിലാടിയും ഇടയ്ക്കൊക്കെ ഒടിഞ്ഞു വീണും പിക്ചർ തെളിഞ്ഞു വരുവോളം പിന്നെയും പിടിച്ച് തിരിച്ച് ടി വി കണ്ടിരുന്നൊരു കാലം ഇന്നും നമുക്കാർക്കും മറക്കാനാകില്ല. ദൂരദർശൻ ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയാണ്. രാവിലെ 6 മണിക്ക് വന്ദേ മാതരം കേട്ടുകൊണ്ടുള്ള തുടക്കം, തുടർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന സ്കൂൾ ചലേ ഹം. से मिलने बन ठन के निकले सवेरे सवेरे यारों से मिलने घर से दूर चले रोके से ना रुके हम मर्जी से चले हम बादल सा गरजे हम सावन सा बरसे हम सूरज सा चमके हम स्कूल चले हम ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളെയും ഇഴചേർത്തുകൊണ്ടുള്ള മിലേ സുർ മേരാ തുമാര. അതിൽ മലയാളിയെ പ്രതിനിധീകരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന ചേട്ടനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. മിലേ സുർ മേരാ തുമാരാ तो सुर बने हमारा चान तरज थई म्यान तरज एक वट बनिए सान तरज तेरा सुर मिले मेरे सुर दे नाल मिलके बने एक नवा सुरताल मुंजो सुर तुझे सा प्यारा मिले जदे गीत असा जो मधुर तरानो बने तदे രാമാനന്ദ സാഗറിന്റെ ശ്രീകൃഷ്ണ, ഓം നമഃശിവായ, ജയ് ഹനുമാൻ, ശക്തിമാൻ. പിന്നെ വൈകുന്നേരം 4 മണിക്കുള്ള സിനിമകൾ. അതൊരു നല്ല കാലമായിരുന്നു. അത് ആ കാലങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയാത്ത ഒരു ഫീലാണ്. കൂടാതെ മനസ്സിനെ തലോടി കടന്നുപോയ നിലവാരമുള്ള എത്രയോ നല്ല അഡ്വർടൈസ്മെന്റുകൾ. Violet concentrate. Washing powder Nirma. दूध सी सफेदी निरमा से आए, रंगीन कपड़ा भी पिल जाए, निरमा ने बांधा तमाम. Washing powder Nirma. Come on India, दिखा दो दुनिया को हिला दो. Come on India, दिखा दो हिला दो. Come on India, हिला दो हिला दो. Come on India, दिखा दो दुनिया को हिला दो. थोड़ा सा दिल थोड़ा सा will ले आओ. थोड़ा सा दिल थोड़ा सा will. 1985 മലയാളം ദൂരദർശൻ പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ നാം കേട്ടതാണ്
നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ. 7 മണി തൊട്ട് 15 മിനിറ്റാണ് കണക്ക്. കൂടിയ താപനില കുറഞ്ഞ താപനില കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് കൂടി കൂടും. അതൊരു വെള്ളിയാഴ്ചയാണെങ്കിൽ അദ്ദേഹം കുറെ പ്രാക്കും വാങ്ങിക്കും. കാരണം ആ പോയ 5 മിനിറ്റ് ഞങ്ങളുടെ ചിത്രഗീതത്തിലെ ഒരു പാട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഭൂതല സംപ്രേഷണം 8 മണിക്ക് തീരും. പിന്നെ ആകെ മൊത്തം ഹിന്ദിക്കാർ രംഗം കൈയടക്കും. പിന്നീട് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി ഹിന്ദി സിനിമ കാണും. മിക്കവാറും ദിവസങ്ങളിൽ ഗോവിന്ദ അല്ലെങ്കിൽ അനിൽ കപൂർ ആയിരിക്കും നായകൻ. ഞായറാഴ്ചത്തെ മലയാളം സിനിമയാണെങ്കിൽ മിക്കവാറും സുരേഷ് ഗോപിയുടെ ഇടിപ്പടമായിരിക്കും. തിങ്കളാഴ്ച മുതൽ പിന്നെയും സ്കൂളിലേക്ക്. സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ 2:30 തുടങ്ങും സീരിയൽ കാണൽ. ജ്വാലയായും മരുഭൂമിയിലെ പൂക്കാലവും മുടങ്ങാതെ കാണും. മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു. ഇടവം മാറി പെയ്തിട്ടും അണയാതാളിപ്പടരും ജ്വാലയാ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം അധിക നേരമുള്ള കളിയില്ല. കാരണം മധുമോഹന്റെ മാനസി കാണാൻ പോണം. ഓൻ അക്കാലത്തെ ഒരു പുലി തന്നെയായിരുന്നു. പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു പരിപാടിയായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസമുള്ള തിരനോട്ടം. അത് കണ്ടാലേ അടുത്ത ഒരാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് തിരനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് ലളിതഗാനങ്ങൾ. സ്മൃതി തൻ ചിറകിലേറി ഞാനും ശ്യാമഗ്രാമഭൂവിതണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എന്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. വൈകിട്ട് 6:30-ന് ജംഗിൾ ബുക്ക്. പിന്നെ എല്ലാ കാലത്തും ഏത് നേരത്ത് വേണമെങ്കിലും വരാവുന്ന ഒരു പരിപാടിയായിരുന്നു മഴവില്ലഴകുമായി എത്തുന്ന തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന വാചകം. ഏറ്റവും രസം ഇതല്ല. ഒരു കാറ്റ് എവിടുന്നെങ്ങാനും വന്നു പോയാൽ അപ്പോഴേക്കും പോകും ചാനൽ. പിന്നെ ആന്റിനെ പിടിച്ച് തിരിച്ച് ശരിയാക്കലാണ് പ്രധാന പണി. അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്നതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കണ്ടതും കേട്ടതും ഒരു തലമുറയ്ക്ക് മേൽ ദൂരദർശൻ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ്.